വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. പ്രിറ്റി മിസ് ആണ്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നല്ലോ. സോ നമ്മുടെ ഇതാ ഈ ഓണപരീക്ഷ അടുത്തെത്താൻ ഭാഗമാണ്, അത് അടുത്തെത്തി. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ വേഗം തന്നെ ഒന്ന് പഠിച്ച് സെറ്റാക്കാൻ പോവുകയാണ്. +2 സ്റ്റേറ്റ്സിൽ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് എന്ന് പറയുന്ന അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കാണണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് എ സെലക്ടബിൾ മാർക്കർ? PBR 322 ആംപിസിലിൻ റെസിസ്റ്റന്റ് ആണ്. ഇതിൽ ORI തന്നിട്ടുണ്ട്, ഹിൻഡ് 3 തന്നിട്ടുണ്ട്, ROP തന്നിട്ടുണ്ട്. പക്ഷെ ആംപിസിലിൻ റെസിസ്റ്റന്റ് എന്ന് പറയുന്നതാണ് എന്താ സെലക്ടബിൾ മാർക്കർ ആയിട്ട് വരുന്നത്. ഇത് മാത്രമല്ല വേറൊന്നും കൂടി ഉണ്ട്, ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസും അല്ലെ. ഇവരൊക്കെ സെലക്ടബിൾ മാർക്കറാണ്. ഏതൊക്കെ ട്രാൻസ്ഫോമൻസ് ആണ്, നോൺ റീകോമ്പിനൻസ് ആണ്, റീകോമ്പിനൻസ് ഏതാണ്, ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലോണിംഗ് വെക്ടറിൽ എന്ത് ആഡ് ചെയ്ത് വെക്കുന്നത്, സെലക്ടബിൾ മാർക്കർ വെക്കുന്നത്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്. The restriction enzyme EcoR1 is isolated from the bacteria. Simple question. EcoR1 എവിടെ നിന്നാണ്? Escherichia coli എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്ന് നമ്മൾ എടുക്കുന്ന എൻസൈം ആണ്. In recombinant DNA technology, DNA fragments are joined with the help of DNA ligase. അല്ലെ, DNA ligase ആണ് എന്ത് ചെയ്യുന്നത്, ജോയിൻ ചെയ്യുന്ന എൻസൈം എന്ന് പറയുന്നത്. ഇനി നമുക്കിവിടെ റെസ്ട്രിക്ഷൻ എൻസൈം അറിയാലോ. ഈ റെസ്ട്രിക്ഷൻ എൻസൈം എന്ന് പറയുന്ന എൻസൈമുകൾ ഒരു ഗ്രൂപ്പ് ഓഫ് എൻസൈമിൽ നിന്നാണ് വരുന്നത്. അതായത് പലതരത്തിലുള്ള എൻസൈംസ് ഉണ്ട്. ഹൈഡ്രോലൈസിസ് എൻസൈംസ് ഉണ്ട്, ന്യൂക്ലിയസ് എൻസൈംസ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഓഫ് എൻസൈം ഉണ്ട്. ഈ റെസ്ട്രിക്ഷൻ എൻസൈം ഏത് എൻസൈം ടൈപ്പിലാണ് വരുന്നത്, ഏത് ഗ്രൂപ്പ് ഓഫ് എൻസൈമിന്റെ കീഴിലാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Choose the correct matched pair from the following. Gel electrophoresis used to produce biological product in large quantity. Large quantity produce ചെയ്യാനുള്ളതാണോ gel electrophoresis? അല്ല. ബയോറിയാക്ടർ സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ് ആണോ? അല്ല. അതേതാണ്? അത് സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ജെൽ ഇലക്ട്രോഫോറസിസ് ആണ്. PCR ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻ, അത് ശരിയാണ്. കാരണം പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ജീൻസിനെ ആംപ്ലിഫൈ ചെയ്യുക, റെപ്ലിക്കേഷൻ ആണ് നടത്തുന്നത്. അതാണ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. അതേസമയം ബയോ റിയാക്ടർ എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് നല്ല രീതിയിലുള്ള പ്രോഡക്റ്റുകൾ, എൻസൈംസുകളൊക്കെ ലാർജ് വോളിയം ക്വാണ്ടിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ളതാണ് ബയോ റിയാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റിർഡ് ടാങ്ക് ബയോ റിയാക്ടറുടെ ഇമേജ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ട് വേണം പോകാൻ. ഇനി ജെൽ ഇലക്ട്രോഫോറസിസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ DNA സെപ്പറേഷൻ ആണ് അല്ലെ. ഫ്രാഗ്മെന്റ്സ് ഓഫ് DNA ഒക്കെ അതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് എന്താ, ജെൽ ഇലക്ട്രോഫോറസിസ്. ഈ പ്രോസസ്സുകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ് കേട്ടോ. Filling the blank. In RDNA technology, the DNA fragment can be separated by a technique called gel electrophoresis. Already നമ്മൾ പറഞ്ഞു. Restriction enzyme cutting of DNA ആണ്, joining of enzyme ഏതാണ്, DNA ligase ആണ്. First restriction N2 nuclease enzyme എന്ന് പറയുന്നത് HIND2 ആണ്. Thermostable DNA polymerase enzyme tag polymerase is isolated from Thermus aquaticus. ഇതൊരു ബാക്ടീരിയ ആണ്. ഹൈ ടെമ്പറേച്ചറിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ബാക്ടീരിയ ആണ് തെർമസ് അക്വാറ്റിക്കസ്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ബോഡിയിലുള്ള ടാഗ് പോളിമറേസ് എന്ന എൻസൈം നമ്മൾ ഈ ഒരു പ്രോസസ്സിന് ഉപയോഗിക്കുന്നത്. ഡീനാച്ചുറേഷൻ അനീലിംഗ് പ്രോസസ്സ് നടത്തുമ്പോൾ അതുപോലെ എക്സ്റ്റൻഷൻ ഹൈ ടെമ്പറേച്ചറിന് സസ്റ്റെയിൻ ചെയ്യാൻ നടക്കാം. അപ്പം ആ ഹൈ ടെമ്പറേച്ചറിൽ സസ്റ്റെയിൻ ചെയ്യേണ്ടത് കൊണ്ടാണ് നമ്മൾ ടാഗ് പോളിമറേസ് യൂസ് ചെയ്യുന്നത്. ഇൻസ്ട്രുമെന്റ് യൂസ് ടു പ്രൊഡ്യൂസ് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് റീകോംബിനന്റ് പ്രോട്ടീൻ, ഞാനിപ്പോൾ പറഞ്ഞുള്ളൂ, അതാരാണ്, നമ്മുടെ ബയോ റിയാക്ടർ ആണ്. ചൂസ് ദ കറക്റ്റ് ആൻസർ. വിച്ച് ഓഫ് ദീസ് എൻസൈം റിമൂവ് ന്യൂക്ലിയോടൈഡ് ഫ്രം ദ എൻഡ്സ് ഓഫ് എ DNA? എൻഡിൽ നമുക്കിപ്പോൾ ഇതാണ് DNA എങ്കിൽ അതിൻ്റെ എൻഡ് പോർഷന് കട്ട് ചെയ്യാനാണ് നമുക്ക് എന്തുള്ളത്, എക്സോ ന്യൂക്ലിയേസ് ഉള്ളത്. അതേസമയം ഇത് DNA ഫ്രാഗ്മെന്റ് ആണെങ്കിൽ അതിൻ്റെ ഇടയിൽ വന്ന് കട്ട് ചെയ്യണമെങ്കിൽ അതിന് നമുക്കുള്ളതാണ് ആര്, എൻഡോ ന്യൂക്ലിയേസ്. DNA ലിഗേസ് എന്ന് പറഞ്ഞാലോ അത് ജോയിനിങ്ങിന് വേണ്ടിയിട്ടാണ്. DNA പോളിമറേസ് എന്തിനാണ്, റെപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ്. ചൂസ് ദ കറക്റ്റ്ലി മാച്ച്ഡ് പെയർ. ലിഗേസ് കട്ടിങ് തെറ്റാണ്. ഇലക്ട്രോഫോറസിസ് സെപ്പറേഷൻ ഓഫ് DNA ശരിയാണ്. Then recombinant DNA is directly injected into nucleus of animal അല്ലെ. ആനിമലിന്റെ സെല്ല് ന്യൂക്ലിയസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻജെക്ട് ചെയ്യുന്ന മെത്തേഡിനെ നമ്മൾ പറയുന്നത് മൈക്രോ ഇഞ്ചക്ഷൻ ആണ്. ബയോളിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ജീൻ ഗണ്ണാണ് കേട്ടോ. ടങ്സ്റ്റൺ മെറ്റീരിയൽ ഒക്കെ വെച്ച് നമ്മൾ ബോംബാർഡ്മെന്റ് ചെയ്യുന്നതാണ് ബയോളിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ. ബാക്കി രണ്ട് നമ്മൾ പഠിക്കുന്നതാണ്. സെലക്ട് ദ കറക്റ്റ് പെയർ. പ്ലാന്റ് സെല്ല് ഡിഗ്രേഡ് ചെയ്യാൻ സെല്ലുലേസ്. ബാക്ടീരിയ ആണെങ്കിലോ നമുക്ക് പെപ്റ്റിഡീസസ് ഒക്കെ വേണം. ഫംഗസ് ആണെങ്കിൽ കൈറ്റിനേസ് വരും കേട്ടോ. ബാക്കിയൊക്കെ തെറ്റാണ്. പ്ലാന്റ് സെല്ലിൽ നമുക്ക് ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടത് സെല്ലുലേസ് എൻസൈം ആണ്. വിച്ച് എൻസൈംസ് ആർ മോളിക്കുലർ റിസേർച്ച് റെസ്ട്രിക്ഷൻ എൻസൈം? സിമ്പിൾ ആണ്.
ഹൗ ക്യാൻ വി മേക്ക് എ ഹോസ്റ്റ് സെൽ കോമ്പീറ്റന്റ് ടു റിസീവ് എ ഫോറിൻ ജീൻ ഓർ എ DNA? എങ്ങനെ നമുക്ക് ഫോറിൻ ജീനെ കോമ്പീറ്റന്റ് ആയിട്ട് കൊടുക്കാം? എങ്ങനെ? ബൈ ട്രീറ്റ് ദം വിത്ത് സ്പെസിഫിക് കോൺസെൻട്രേഷൻ ഓഫ് ഡൈവാലന്റ് കാറ്റയോൺ സച്ച് as കാൽഷ്യം, ഇൻക്രീസ് ദ എഫിഷ്യൻസി വിത്ത് വിച്ച് DNA എൻ്റർ ദ ബാക്ടീരിയം ത്രൂ പോഴ്സ് ഇൻ ദ സെൽ വോൾ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന എന്താണ്? സ്പെസിഫിക് കോൺസെൻട്രേഷൻ ഉള്ള ഡൈവാലന്റ് കാറ്റയോണിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു, ദാറ്റ് ഇസ് കാൽഷ്യം. ആൻഡ് അതിനെ എന്ത് ചെയ്യുന്നു? ആ DNA എൻ്റർ ചെയ്യുന്ന സമയത്ത് അതിനുള്ള എഫിഷ്യൻസി നമ്മൾ കൂട്ടുകയാണ്. ആൻഡ് ഇറ്റ് എൻ്റർ ദ ബാക്ടീരിയം ത്രൂ പോഴ്സ് ഇൻ ദ സെൽ വോൾ. സെൽ വോളിലെ പോഴ്സിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഇവർ എൻ്റർ ചെയ്യുന്നത്. അപ്പം അതാണ് നമ്മളിവിടെ ചെയ്യുന്ന പ്രോസസ്സ്. ഈ ഒരു പ്രോസസ്സ് കാണുമ്പോൾ തന്നെ അറിയാം ഏതാണ്? PCR പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. എ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഡീനാച്ചുറേഷൻ ആണ്. ബി എന്ന് പറഞ്ഞാലോ അനീലിംഗ് ആണ്. ദെൻ ഡി എന്ന് പറയുന്ന എൻസൈം ആണ്, അതായത് ടാക് പോളിമറൈസ് എൻസൈം ആണ്. സി എന്ന് പറയുന്നതോ എക്സ്റ്റൻഷൻ ആണ്. ഓക്കെ അല്ലേ? പക്ക സെറ്റ് ആണല്ലോ. യെസ്. അപ്പൊ ഡീനാച്ചുറേഷൻ, അനീലിംഗ് ആൻഡ് എക്സ്റ്റൻഷൻ. ഇനി ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെയാണ് ഇതിന് പേര് കൊടുക്കുന്നത്? ഇപ്പോഴും ഡൗട്ടുള്ള കുട്ടികളുണ്ടല്ലോ. അപ്പം നോക്കിക്കോളൂ, ഇക്കോ R1 എന്ന പേര് കൊടുക്കുന്ന ചടങ്ങ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പേരിടുന്ന ചടങ്ങ് പോലെ തന്നെയാണ്. പക്ഷെ എന്താ വ്യത്യാസം? ഇക്കോ R1 എന്ന് പറയുമ്പം ഇത് ഏത് ബാക്ടീരിയ ആണെന്ന് മനസ്സിലാക്കണം. ബാക്ടീരിയ ഏതാണ്? ഈസ്ചറേഷ്യ കോളി. ഈസ്ചറേഷ്യ കോളായി. അപ്പൊ ഈസ്ചറേഷ്യ കോളായിയുടെ ജീനസ് നെയിം ഈസ്ചറേഷ്യയും സ്പീഷ്യസ് നെയിം കോളയാണ്. ആദ്യത്തെ ഇ എന്ന് പറയുന്നത് എവിടെയാ? ഈ ജീനസ് നെയിമിന്റെ ആദ്യത്തെ ലെറ്റർ ആണ്. ഇനി അടുത്തതെന്ന് പറയുമ്പോഴോ സ്പീഷ്യസിന്റെ ആദ്യത്തെ 2 ലെറ്റർ ആണ് കോ എന്ന് പറയുന്നത്. ഇനി ആർ എന്ന് പറയുന്നത് ഡിറൈവ്ഡ് ഫ്രം ദ നെയിം ഓഫ് സ്ട്രെയിൻ RY113. ഏത് സ്ട്രെയിനിൽ നിന്നാണ് ഇത് എടുത്തത്? അതാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത് ഇക്കോ R. Then the order in which enzyme is isolated, എത്രാമത്തെ ഓർഡറിലാണ് ഇത് ഐസൊലേറ്റ് ചെയ്തത്? അതാണ് ഇക്കോ R1 എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ ആയോ? പേരിടൽ ചടങ്ങ് മറന്നു പോകരുത്. PCR പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആണ്. എക്സ്പാൻഡ് ചെയ്യാനാണ് ചോദിച്ചത്. 3 മെയിൻ സ്റ്റെപ്പ് നമ്മൾ പഠിച്ചു ഓൾറെഡി. ഡീനാച്ചുറേഷൻ, അനീലിംഗ്, എക്സ്റ്റൻഷൻ ആണ്. Then the diagram given below is E. coli cloning vector PBR322. Identify selectable markers present in it. Explain the significance of ORI ആണ്. സെലക്ടബിൾ മാർക്കർ ഏതൊക്കെയായിരുന്നു? ആംപിസിലിനും ടെട്രാസൈക്ലിനും ആണ് അല്ലേ? അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? Explain significance of ORI. ORI in the origin of replication site ആണ്. It is the sequence from where replication starts and any piece of DNA linked to the sequence can made to replicate with the host cell. നമുക്ക് replication begin ചെയ്യാനുള്ള സ്റ്റാർട്ടിംഗ് സെല്ലാണ് എന്താ ORI. ആ സൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ replication തുടങ്ങുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് origin of replication എന്ന് പറയുന്നത്. Describe 2 methods by which alien DNA is introduced in the host directly. Micro injection ഉണ്ട്, ബയോളിസ്റ്റിക്സ് ഉണ്ട്, ഡിസാംഡ് പാത്തജൻ ഉണ്ട്. ആദ്യത്തെ രണ്ടാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഡിസാംഡ് പാത്തജൻ വെക്ടർ എന്ന് പറഞ്ഞാൽ allow to infect the cell, transfer the recombinant DNA ആണ്. അതിനെ നമ്മൾ ഇൻഫെക്റ്റ് ചെയ്യും, പക്ഷെ അതിനുകൊണ്ട് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും വരുന്നില്ല. ആ ഒരു ഡിസാംഡ് ആയിട്ടുള്ള പാത്തജൻ വഴി നമ്മൾ ഇൻഫെക്റ്റ് ചെയ്ത് ആ ജീനിനെ നമ്മൾ കടത്തിവിടുന്നു. അതാണ് ഇവിടെ കാണുന്ന പ്രോസസ്സ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫറെന്റ് സ്റ്റെപ്സ് ഇൻ RDNA ടെക്നോളജി ആർ ഗിവൻ ബിലോ, അറേഞ്ച് ദം ഇൻ കറക്റ്റ് ഓർഡർ. ഇവിടെ റോങ് ആയിട്ടാണ് കൊടുത്തത്. നമ്മൾ കറക്റ്റ് ഓർഡറിൽ എഴുതാം. ആദ്യം DNA ഐസൊലേറ്റ് ചെയ്യുന്നു. RDNA ടെക്നോളജിന്റെ സ്റ്റെപ്പാണ്. ഫ്രാഗ്മെന്റേഷൻ ഓഫ് DNA നമ്മൾ ഫ്രാഗ്മെന്റ് ചെയ്യുന്നു. ആ DNA ഫ്രാഗ്മെന്റിൽ ഏതാണോ വേണ്ടത് ആ ഡിസൈർഡ് DNA ഫ്രാഗ്മെന്റ് ഐസൊലേറ്റ് ചെയ്തെടുത്തു. എന്നിട്ടോ ലിഗേഷൻ ടു DNA ഒരു പ്ലാസ്മിഡ് അല്ലെങ്കിൽ ഒരു വെക്ടറുമായിട്ട് നമ്മളതിനെ ജോയിൻ ചെയ്ത് RDNA നമ്മൾ ഫോം ചെയ്ത് കഴിഞ്ഞു. എന്നിട്ടോ ഈ RDNA നമ്മൾ ഹോസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വിടുന്നു. ദെൻ കൾച്ചറിങ് ഓഫ് ഹോസ്റ്റ് സെൽ ഇൻ എ മീഡിയം അറ്റ് ലാർജ് സ്കെയിൽ. എന്നിട്ട് ഇവരുടെ ലാർജ് കൾച്ചറിങ് മീഡിയത്തിലിട്ട് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നു. ഇതാണ് നമ്മുടെ RDNA ടെക്നോളജി. ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വീണ്ടും വരാം. ചില ബൈ.